നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് മുപ്പട്ട് വെള്ളിയാണ്. മുപ്പട്ട് വെള്ളി സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി പ്രീതി കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. കൂടാതെ മകരമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കൂടിയാണ് ഇന്ന്. അതിനാൽ ഈ ദിനത്തെ മുപ്പട്ട വെള്ളി എന്ന് പറയുന്നു. നിങ്ങളുടെ വീടുകളിലേക്ക് ഏറ്റവും ഐശ്വര്യപൂർണമായ കാര്യങ്ങളെ കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം നിങ്ങളുടെ ഭവനങ്ങളിൽ വിളങ്ങി നിൽക്കുവാൻ ചെയ്യേണ്ട ലളിതമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ ഒരു കാര്യം ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിച്ചിട്ടുള്ളത്. അതിനാൽ ഏവരും ഇന്നേ ദിവസം തീർച്ചയായും ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുക. അമ്മ മഹാമായ മഹാലക്ഷ്മി സാക്ഷാൽ മഹാലക്ഷ്മി ദേവി സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യും. ഓ മഹാലക്ഷ്മി നമഃ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാണ് അതിരാവിലെ ഉണരുക എന്ന കാര്യം. അതിരാവിലെ തന്നെ ഉണരുന്നത് ഉത്തമമാണ്. പ്രത്യേകിച്ചും ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുവാൻ ശ്രമിക്കുക. സാധിക്കാത്തവരാണ് എങ്കിൽ സൂര്യോദയത്തിന് മുൻപായി നിങ്ങൾക്ക് ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ വീടുകളിൽ വിളക്ക് തെളിയിക്കാം. ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ ഇന്നേ ദിവസം അതിരാവിലെ 8 മണിക്ക് മുൻപായി തന്നെ ഏവരും കുളിക്കേണ്ടത് അനിവാര്യമാണ്. 8 മണിക്ക് ശേഷമുള്ള കുളി രാക്ഷസ സ്നാനം എന്നാണ് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇത്. അതിനാൽ 8 മണിക്ക് മുൻപായി തന്നെ പ്രത്യേകിച്ചും നിങ്ങൾ കുളിക്കണം. കൂടാതെ പച്ച നിറത്തിലുള്ള വസ്ത്രം ഇന്നേ ദിവസം നിങ്ങൾ അണിയേണ്ടതായിട്ടുണ്ട്. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു നിറം കൂടിയാണ് പച്ച. അതിനാൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇന്നേ ദിവസം അണിയുന്നത് ഭാഗ്യവർദ്ധനവിനും ദേവിയുടെ ഐശ്വര്യവർദ്ധനവിനും ഉത്തമമായ ഒരു കാര്യമാണ്. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ വിളക്ക് തെളിയിക്കണം. എന്നാൽ വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഇന്നേ ദിവസം അതിരാവിലെയും സന്ധ്യയ്ക്കും നിർബന്ധമായും നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കണം. വിളക്ക് തെളിയിക്കുമ്പോൾ അത് 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിക്കുവാൻ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഏറ്റവും ഉത്തമമായ ഫലമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക. കൂടാതെ ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ദേവിയെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ദേവിയുടെ അറിയാവുന്ന നാമങ്ങൾ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ജപിക്കാം. അത് ഐശ്വര്യവർദ്ധനവിന് ഉത്തമമാണ്. കൂടാതെ മഹാലക്ഷ്മി അഷ്ടകം ഇന്നേ ദിവസം പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്. കാരണം ദേവിയുടെ അനുഗ്രഹം ഇരട്ടിയായി ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഏറ്റവും ഉത്തമമാണ് മഹാലക്ഷ്മി അഷ്ടകം ഇന്നേ ദിവസം പാരായണം ചെയ്യുന്നത് അഥവാ ജപിക്കുന്നത്. ഇനി സാധിക്കുന്നില്ല എങ്കിൽ ഇന്നേ ദിവസം കേൾക്കുവാനെങ്കിലും നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിരാവിലെ നിങ്ങൾ തീർച്ചയായും തുളസിക്ക് ജലം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ വൈകുന്നേരമാണ്, സന്ധ്യാസമയത്താണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ഈ സമയം തുളസിക്ക് ജലം അർപ്പിക്കാൻ പാടുള്ളതല്ല. വൈകുന്നേരം സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ, സന്ധ്യാസമയത്ത് പാടുള്ളതല്ല. അതിനാൽ അതിനു മുൻപായി തന്നെ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം ഒരു തുളസിയെങ്കിലും നിങ്ങൾ തലയിൽ ചൂടുന്നത് അതീവ ശുഭകരമാണ്. ചൂടേണ്ടതാണ്. ഭാഗ്യവർദ്ധനവിനും മഹാലക്ഷ്മി കടാക്ഷത്തിനും അത് ഏറ്റവും ഉത്തമവുമായ ഒരു കാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു വിശേഷപ്പെട്ടതായ കാര്യം ക്ഷേത്ര ദർശനം തന്നെയാണ്. ഇന്നേ ദിവസം വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനമാകാം.
ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ തിരക്കിട്ട് ദർശനം നടത്താതെ അല്പസമയം എടുത്ത് ദർശനം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പുഷ്പാഞ്ജലി എന്ന വഴിപാട് നടത്താം. സ്ത്രീകളാണ് എങ്കിൽ സ്ത്രീകളുടെ പേരിൽ ഭാഗ്യസൂക്തം നടത്തുന്നത് ഉത്തമമാണ്. പുരുഷന്മാരാണ് എങ്കിൽ പുരുഷ സൂക്തം നടത്തുന്നത് ഇരട്ടി ഫലം, അനുകൂലമായ കാര്യങ്ങൾ, കൂടുതൽ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് സഹായകരമാണ്. കടും പായസം ഉത്തമമാണ്. കടും പായസം ഇന്നേ ദിവസം വഴിപാടായി നിങ്ങൾ തീർച്ചയായും നടത്തണം. ഇനി ഇന്നേ ദിവസം സന്ധ്യയ്ക്ക് ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സന്ധ്യയ്ക്ക് തീർച്ചയായും നിങ്ങൾ ഈ ഒരു കാര്യം പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. അത് നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവിന് ഉത്തമമാണ്. ഇന്നേ ദിവസം വൈകുന്നേരം നിങ്ങൾ വിളക്കിന്റെ അടിയിൽ, അതായത് വിളക്ക് തെളിയിച്ച് ആ വിളക്കിന്റെ അടിയിൽ 1 രൂപ നാണയം, അതും കഴുകി തുടച്ചതിന് ശേഷം നിങ്ങൾ വയ്ക്കുകയാണ് എങ്കിൽ ഏറ്റവും ഉത്തമമാണ്. വിളക്കിൽ ഭദ്രദീപം തെളിയിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യമാണ്. വിളക്കിൽ തീർച്ചയായും ഭദ്രദീപം, അതും നെയ്വിളക്ക് തന്നെ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ നിങ്ങൾ തെളിയിക്കണം. കൂടാതെ ഇന്നേ ദിവസം കിണ്ടിയിൽ ജലം വയ്ക്കുന്നതും ഉത്തമമായ ഒരു കാര്യമാണ്. കിണ്ടിയിൽ ജലം വയ്ക്കുമ്പോൾ അതിലേക്ക് റോസാപുഷ്പത്തിന്റെ ഇതൾ ഇടുന്നതും അതീവ ശുഭകരമാണ്. മഹാലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്ന് തന്നെയാണ് റോസാപുഷ്പം. അതിനാൽ ഈ ഒരു കാര്യം ചെയ്യുന്നതും നിങ്ങൾക്ക് ഐശ്വര്യവർദ്ധനവിന് ഉത്തമം തന്നെയാണ്. ഇനി ചെയ്യേണ്ടതായ കാര്യം ഏവർക്കും ലളിതമായി ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനായി നിങ്ങൾ ഒരു വാഴയില വെട്ടിയെടുക്കണം. വാഴയില വെട്ടി അത് കഴുകി തുടച്ചതിന് ശേഷം നിങ്ങൾ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഇതിലേക്ക് കുങ്കുമം, മഞ്ഞൾ, മധുരം, വെള്ള ശംഖുപുഷ്പം എന്നിവ വയ്ക്കണം. മധുരം എന്ന് പറയുമ്പോൾ അത് മധുര പലഹാരങ്ങളാകാം, അല്ലെങ്കിൽ ഫലവർഗങ്ങളാകാം, അത്തരത്തിൽ പായസമാകാം. അത്തരം കാര്യങ്ങൾ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. വിളക്ക് തെളിയിച്ച് വിളക്കിന് മുൻപിലായി സമർപ്പിക്കണം. ശേഷം ഇരു കൈയും കൂപ്പി പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രധാന വാതിലിലേക്ക് നോക്കി, പുറത്തേക്ക് നോക്കി, അതായത് പ്രധാന വാതിലിലൂടെ പുറത്തേക്ക് നോക്കി ചെറിയ ശബ്ദത്തിൽ മഹാലക്ഷ്മി ദേവി ഈ വീടുകളിലേക്ക് പ്രവേശിക്കണം, സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ചൊരിയണം, വീട്ടിലെ നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കി അമ്മ വീട്ടിലേക്ക് പ്രവേശിക്കണം എന്നും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ 3 തവണ ഇപ്രകാരം പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം, കടാക്ഷം തീർച്ചയായും വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനാൽ ഇന്നേ ദിവസം ഈ ഒരു കാര്യവും നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഇപ്രകാരം നിങ്ങൾ വിളക്കിന്റെ അടിയിൽ വച്ചിരിക്കുന്നതായ ആ നാണയം, അത് വിളക്ക് അണച്ചതിന് ശേഷം നിങ്ങൾക്കത് പണം സൂക്ഷിക്കുന്ന ഇടത്ത് വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലാണ് എങ്കിലും നിങ്ങൾക്കത് സൂക്ഷിക്കാവുന്നതാണ്. ഇപ്രകാരം സൂക്ഷിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ വലിപ്പിലാണ് എങ്കിലും ഈ ഒരു നാണയം നിങ്ങൾക്ക് സൂക്ഷിക്കാം. അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ തന്നെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഏവർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന കാര്യം. കൂടാതെ ഇന്നേ ദിവസം ദേവിക്ക് നേദ്യമായി നൽകിയിരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും അത് കുടുംബാംഗങ്ങളൊത്ത് സേവിക്കുക. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. കൂടാതെ ദേവിക്കായി സമർപ്പിച്ചിരിക്കുന്നതായ മറ്റു കാര്യങ്ങൾ കുങ്കുമം, മഞ്ഞൾ എന്നിവ നിത്യവും നിങ്ങൾ അണിയുന്നതും ഏറ്റവും ഉത്തമമാണ്. കുളി കഴിഞ്ഞതിന് ശേഷം 2 നേരത്തും ഇപ്രകാരം അണിയുന്നത്, ആ കുറി അണിയുന്നത് ഐശ്വര്യവർദ്ധനവിന് ഉത്തമമാണ്. നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും. കൂടാതെ നിങ്ങളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ കടന്നു വരാം, പോസിറ്റീവായ ചിന്തകൾ കടന്നു വരും. നെഗറ്റീവ് ഊർജത്തിന് നിങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം പോലും രൂപപ്പെടാം.
അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യം ചെയ്യണം. ശംഖുപുഷ്പം ആരും ചവിട്ടാത്ത ഇടത്ത് നിങ്ങൾക്ക് കളയാവുന്നതുമാണ്. അപ്പോൾ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതും എന്നാൽ പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കുന്നതുമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ഏവരും പ്രവർത്തിക്കുക.